ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇത് ഗലാത്യ ലേഖനം അവസാന അധ്യായമായ 6-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. അതിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ്ലീഹ ഗലാത്യരോട് ആവശ്യപ്പെടുന്നത് ഒന്ന്, സൗമ്യതയോടെ മറ്റുള്ളവരുടെ തെറ്റുകളെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റണം. അതാണ് സഹോദര സ്നേഹത്തിൻ്റെ മാനദണ്ഡം. 2, നിങ്ങൾ ചെയ്യുന്ന സേവനം അതിൻ്റെ അടിസ്ഥാനം സ്നേഹമായിരിക്കണം. ആരെങ്കിലും തനിക്ക് എന്തെങ്കിലും അറിയാമെന്ന് സ്വയം നിഗളിക്കുന്നെങ്കിൽ അവൻ സ്വയം വഞ്ചകനാണ്. അവൻ സ്വയം പരിശോധിക്കേണ്ടതാണ്. നന്മ അഥവാ മറ്റുള്ളവർക്ക് ഉപകാരങ്ങളെ ചെയ്യുന്നവർക്ക് മാത്രമേ സ്വയം അഭിമാനിക്കുവാൻ യോഗ്യതയുള്ളൂ. ഓരോരുത്തൻ അവനവൻ്റെ ചുമതല അവനവൻ അത് നിറവേറ്റേണ്ടതാണ്. അതുപോലെ തന്നെ സഭയുടെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ പ്രവർത്തകരെയും സാമ്പത്തികമായി നിങ്ങൾ സഹായിക്കണം. ഇങ്ങനെ കുറേ ഉപദേശങ്ങൾ ആദ്യ ഭാഗത്ത് അദ്ദേഹം അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ലേഖനത്തിൻ്റെ സമാപനത്തിലെ സന്ദേശങ്ങളാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അദ്ദേഹം ഇവിടെ പറയുന്നു, നിങ്ങളുടെ രക്ഷയ്ക്കുള്ള ആകാംക്ഷ നിമിത്തം ഞാൻ എൻ്റെ സ്വന്തം കൈപ്പടയിലാണ് ഈ ലേഖനം നിങ്ങൾക്ക് എഴുതുന്നത്. സാധാരണയായി അദ്ദേഹം പറഞ്ഞുകൊടുത്ത് മറ്റുള്ളവരെ കൊണ്ട് എഴുതിക്കുകയാണ് പതിവ്. റോമാലേഖനം ഒക്കെ നമ്മൾ വായിച്ച പോകേണ്ട അതിൻ്റെ 16-ന്റെ 22-ലും 1 കൊരിന്ത്യർ 16-ന്റെ 21-ലും ഒക്കെ നമ്മളിത് നേരത്തെ കണ്ടതാണ്. മറ്റുള്ളവരെ അദ്ദേഹം അത് പറഞ്ഞു കൊടുക്കുന്നു, എഴുതാൻ കഴിവുള്ളവരെ അത് എഴുതുന്നു. ഇതിൽ ഭൂരിഭാഗവും വിശുദ്ധ പൗലോസിന്റെ വേലയുടെ ഫലമായി ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്ന വിജാതീയ ക്രിസ്ത്യാനികളെ വഴിതെറ്റിക്കുവാൻ ശ്രമിക്കുന്നവർ. എന്തിനങ്ങനെ ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കുവാനാണ്. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ അവർ ന്യായപ്രമാണം അനുസരിക്കാത്തവരാണെങ്കിലും ന്യായപ്രമാണത്തിൻ്റെ ഭാരം വഹിക്കുവാൻ അവർ നിങ്ങളെ നിർബന്ധിക്കുകയാണെന്ന് അദ്ദേഹം ഈ ആളുകളോട് ഇവിടെ പറയുന്നു. അതിൻ്റെ ആന്തരികമായ ഉദ്ദേശം വിശ്വാസത്തിൻ്റെ പേരിൽ പ്രയാസങ്ങൾ സഹിക്കുവാൻ ഇടയാകരുത് എന്നുള്ളതാണ്. അക്കാലത്തും ഇക്കാലത്തും സത്യത്തിനെതിരെ അവസരത്തിനൊത്ത് മാറി മാറി നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. വിശ്വാസപരമായ കാര്യങ്ങളിൽ അങ്ങനെ ചഞ്ചല ഹൃദയം ഒരിക്കലും പാടില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ മഹത്തായ സുവിശേഷ പ്രവർത്തനങ്ങളിൽ നമ്മൾ മത്തായ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞ് നമ്മൾ ഓർക്കുമല്ലോ, അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും നമ്മുടെ കർത്താവ് പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. കലപ്പയ്ക്ക് കൈവെക്കുന്നത് മുന്നോട്ട് ഉഴുന്നതിനാണ്. ആ കലപ്പ വഹിക്കുന്ന കാള നിൽക്കുന്നത് കലപ്പയുടെ മുന്നിലാണ്, പിന്നിലല്ല. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അടിയുറച്ച് നിൽക്കുന്നതാണ്.
കർത്താവിൻ്റെ കുരിശു നിമിത്തം അനേകം പീഡകൾ കർത്താവിന് വേണ്ടി സഹിച്ച വിശുദ്ധ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരേ സമയത്ത് രണ്ട് മനോഭാവത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, നിങ്ങളെ ഇപ്പോൾ ഇതിനെ നിർബന്ധിക്കുന്ന പരിച്ഛേദനക്കാരായ യഹൂദന്മാർ പോലും ന്യായപ്രമാണ അനുസൃതമായി ജീവിക്കുന്നില്ല. എന്നിട്ട് പോലും നിങ്ങളെ കൊണ്ട് പരിച്ഛേദന ചെയ്യിച്ചിട്ട് അതിൽ അവരെ ദുരഭിമാനം കൊള്ളുകയാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ആ കാലത്ത് പൗലോസ് നേരിട്ട ഏറ്റവും വലിയൊരു പ്രശ്നം യഹൂദന്മാരായ ആളുകളുടെ സമ്മർദ്ദമാണ്. ക്രിസ്ത്യാനിയാകണമെങ്കിൽ ആദ്യം പരിച്ഛേദനയേറ്റ് യഹൂദനാകണം. യഹൂദനായതിനു ശേഷം പിന്നെ നിങ്ങൾ സ്ഥാനം ഏൽക്കുകയോ ഏൽക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായിരുന്നു അവരുടെ മനോഭാവം. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ യഹൂദൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ അഭിമാനിക്കാനുണ്ട്. അദ്ദേഹം ഒരു പരീശനാണ്. അന്ന് അക്കാലത്ത് ഭൂമിയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുരുക്കന്മാരിൽ ഒരാളായ ഗമാലിയലിൻ്റെ കാൽക്കീഴിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ച ആളാണ്. യഹൂദന്മാരായ പലർക്കും അക്കാലത്ത് ലഭിക്കാത്ത റോമ പൗരത്വം ലഭിച്ച ആളാണ്. ഒരുപാട് അറിവ് ജ്ഞാനമൊക്കെ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം നിസ്സാരമെന്ന് തള്ളിയിട്ട് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു തനിക്ക് വേണ്ടി കൂടിയാണ് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി അദ്ദേഹം മാനസാന്തരപ്പെട്ട് ആ കർത്താവിന് വേണ്ടി സംസാരിച്ച് പ്രവർത്തിച്ച് പീഡകൾ അനുഭവിച്ച അനേക സ്ഥലങ്ങളിൽ സഭ സ്ഥാപിക്കുവാൻ ഇടയായതിൽ മാത്രമാണ് അദ്ദേഹം പ്രശംസിക്കുന്നത്. മറ്റൊന്നിലും പ്രശംസിക്കുവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥനയാണ് അദ്ദേഹത്തിനുള്ളത്. ആ ക്രിസ്തുവിലൂടെ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ശാരീരികമായി ലഭിക്കുന്ന എന്തെങ്കിലുമല്ല പ്രധാനം. എന്നാൽ ഒരു പുതിയ സൃഷ്ടി, ഒരു പുതിയ ആളത്വം, ഒരു പുതിയ വ്യക്തിത്വം, ഒരു പുതിയ വീക്ഷണം ക്രിസ്തുവിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. ഈ ചിന്താഗതിയോടുകൂടി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ജനമായി മാറുന്നത്. അപ്പോഴാണ് നമ്മൾ സാക്ഷാൽ ഇസ്രായേൽ, കർത്താവ് നഥാന്യേലിനെ നോക്കി പറഞ്ഞില്ല, കണ്ടു ഇതാണ് സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടതയില്ല എന്ന്. അങ്ങനെയുള്ളവർക്കാണ് യേശുവിൻ്റെ സമാധാനവും ദൈവകരുണയും പൗലോസ്ലീഹായുടെ ആശംസിക്കുന്നത്. നമുക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കും ഭൗതികമായി, കുടുംബപരമായും, സാമ്പത്തികപരമായും, വിജ്ഞാനപരമായും, ആരോഗ്യപരമായും പല കാര്യങ്ങൾക്കും ഒരുപക്ഷെ നമുക്കും അഭിമാനിക്കാൻ കണ്ടേക്കാം. അതൊന്നുമല്ല പ്രധാനം. ക്രിസ്തുവിന് വേണ്ടി സ്ഥാനത്തിലൂടെ ജനിച്ചു, ആ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് നമ്മുടെ കർത്താവിൻ്റെ പഠിപ്പിക്കലുകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, എന്തെങ്കിലും പ്രാവർത്തികമാക്കുവാൻ സാധിച്ചെങ്കിൽ അതിലാണ് നമ്മൾ അഭിമാനം കൊള്ളേണ്ടത്. പരിശുദ്ധാത്മാവേ, അതിൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. 17-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ കാണാം. അതായത് സുവിശേഷത്തെ പ്രതി അദ്ദേഹം ഏറ്റ മർദ്ദനങ്ങളുടെ പാടുകളാകാം. അതൊക്കെ അഭിമാനത്തോടെ അദ്ദേഹം അത് ദൈവനാമത്തിൽ ഞാൻ ഏറ്റ പീഡകളൊക്കെ എനിക്ക് ലഭിച്ച അടയാളങ്ങളായി അദ്ദേഹം അതിനെ അഭിമാനത്തോടെ സ്വീകരിക്കുകയാണ്.
അവസാനം എൻ്റെ സഹോദരന്മാരെ എന്ന് വാത്സല്യപൂർവം അവരെ സംബോധന ചെയ്തുകൊണ്ട് അപ്പോസ്തോലികമായ അനുഗ്രഹം അവർക്ക് പ്രദാനം ചെയ്ത് ഈ ലേഖനം ഇവിടെ സമാപിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ ഗലാത്യ ലേഖനം മുഴുവൻ 1-ാം അധ്യായം മുതൽ നമ്മൾ കണ്ടത് യഹൂദവൽക്കരണക്കാരും പൗലോസും തമ്മിലുള്ളതായ ആത്മീയപരമായ വലിയ സംഘർഷം ഈ ലേഖനത്തിൽ കാണാൻ പറ്റും. പൗലോസ് സ്ഥാപിച്ചതായ സഭയിൽ യഹൂദവൽക്കരണക്കാരായ ആളുകൾ കടന്നുകൂടി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് സത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് പരിച്ഛേദന ഏൽപ്പിച്ച് അവരെ വീണ്ടും യഹൂദന്മാരാക്കാനുള്ളതായ വലിയ ശ്രമത്തെയാണ് പൗലോസിക ശക്തിയുക്തം ഇവിടെ എതിർക്കുന്നത്. ഇത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് ക്രിസ്ത്യൻ സഭയിലെ അംഗമായി മാറിയവരാണ്. അപ്പോൾ ആ യേശു ക്രിസ്തു എന്ന വ്യക്തിയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത്. അതിനേക്കാൾ ഉപരിയായി നമ്മൾ ജനിച്ചതായ സമൂഹമോ നമ്മുടെ സാമ്പത്തികമായ പരിതസ്ഥിതിയോ അല്ലെങ്കിൽ വിജ്ഞാനപരമായ അറിവുകളോ ഒന്നുമല്ല അതിനേക്കാൾ വലുത്. എല്ലാറ്റിലും വലുത് ക്രിസ്തുവാണ്. ആ ക്രിസ്തു എന്നിൽ വസിക്കുന്നു, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളൊരു ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്കിടയായിത്തീരണം. അപ്പോൾ കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ നമുക്ക് ഇത്രയും പുസ്തകങ്ങൾ വായിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. നാളെ മുതൽ നമ്മൾ എഫേസ്യ ലേഖനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയിരുന്നു, റോമാലേഖനവും എഫേസ്യ ലേഖനവും ഒക്കെ വായിച്ച് മനസ്സിലാക്കുക ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. ഒക്കെ അവിടെ പണ്ഡിതന്മാരായ ആളുകളാണ് ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പം ഓരോരുത്തരുടെയും ആ അറിവ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഓരോരുത്തർക്കും ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. അദ്ദേഹം ഒരു മഹാപണ്ഡിതനായിരുന്നുകൊണ്ട് ആ രീതിയിൽ ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം എഴുതുവാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് ദൈവാത്മാവിൽ അദ്ദേഹം പരിപൂർണമായിട്ട് അത് ഉപയോഗിച്ചു. എന്തായിരുന്നാലും എഫേസ്യ ലേഖനം നാളെ മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. ദൈവമേ, അത് വായിക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു സുഖദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ.